Hi guys, this is Gauri. Welcome to my YouTube channel. For those who don't know me, I'm an international student in Canada. So ഇന്നത്തെ ഈ വീഡിയോ എടുക്കാനുള്ള reason, like I'm taking 5 buses to go to work in Canada. Like this is my second part-time job from Scarborough to Whitby. I can take Go bus, പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സാധാരണ ബസ്സാണ്. So it will take 2.5 hours to reach there, but still I am taking this bus. So guys, ഇത് സ്പ്രിംഗ് സീസണാണ്, ബട്ട് വൈ ഐ ആം വെയറിങ് ദിസ് വിൻ്റർ ജാക്കറ്റ് ഈസ് ദാറ്റ് ഇന്നലെ വരെ ലൈക്ക് ഞാൻ എൻ്റെ സ്പ്രിംഗ് ജാക്കറ്റ് ഇട്ടാണ് പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ രാവിലെ പോകുമ്പോൾ വെതർ ഇതേപോലെ ഭയങ്കര നൈസായിരിക്കും. പക്ഷെ ഞാൻ തിരിച്ച് വരുമ്പോഴത്തേനും വെതർ മാറി വിൻ്റർ സീസൺ പോലെ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുമായിരിക്കും. 2 ദിവസമായിട്ട് ഞാൻ തണിച്ച് വരച്ച് ഫ്രീസിങ് റെയിനൊക്കെ ആയിട്ടാണ് വീട്ടിൽ വന്നത്. സോ ടുഡേ ഐ തോട്ട് ദാറ്റ് ഞാൻ ഇത് തന്നെ ഇട്ടുകൊണ്ട് പോകാമെന്ന്. ലൈക്ക് എനിക്കിനി മുന്നും പിന്നെ നോക്കാനില്ല. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഞാൻ വെതർ നോക്കാതെ ഇറങ്ങേണ്ട പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ ലുക്ക് അറ്റ് ദിസ്. സ്പ്രിംഗ് ആണെങ്കിലും ടുഡേ ഫീൽസ് ലൈക്ക് സമ്മർ ആക്ച്വലി. ഇന്നലെ വരെ ഇത് ഫുള്ള് മഞ്ഞ് വീണ് കിടന്ന സ്ഥലങ്ങളായിരുന്നു. ഞാനൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഇതാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദിസ് ബസ് ലൈക്ക് ഫോർ 30 minutes. ഇതുവരെ ആ ബസ് വന്നിട്ടില്ല. ഓക്കെ, ഇനി എനിക്ക് 5 ബസ്സിനും ഇതേപോലെ വെയിറ്റ് ചെയ്യണം. ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് നോ. ഇറ്റ്സ് എ ട്രിക്ക് ടു നോ വെൻ ദ ബസ് ഇസ് കമ്മിങ്. ആ നമ്പറിൽ ഈ 5 digit കോഡ് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്ത് അറിയാൻ പറ്റും ഏത് ബസ് എത്ര സമയത്താണ് വരണതെന്ന്. അല്ലെങ്കിൽ വേറൊരു എളുപ്പ വഴിയുള്ളതെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി. കാനഡയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാഴ്ചയാണ് ഇത് ഡോഗ് വാക്കിംഗ്. ആൻഡ് ഐ ആം ഓൾസോ എ ഡോഗ് വാക്കർ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ബസ്. ഈ കാണുന്ന സാധനത്തിൽ ഇങ്ങനെ ഞെക്കിയാൽ മാത്രമേ എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ സിഗ്നൽ കാണിക്കത്തില്ല, എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ ബസ് സ്റ്റോപ്പ് ഗൈസ്. എൻ്റെ അടുത്ത ബസ് എനിക്ക് മിസ്സായി ബിക്കോസ് ഐ വാസ് വെയിറ്റിംഗ് ടു ക്രോസ് ദ റോഡ്. എൻ്റെ നെക്സ്റ്റ് ബസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അത് പോയി. ആൻഡ് ഞാൻ ഇപ്പം ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത ബസ്സിന് 15 minutes ഉള്ളൂ. ഐ ഹാവ് ടു വെയിറ്റ് 15 more minutes. ഐ ഹാവ് ടു വേസ്റ്റ് മൈ ടൈം. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല. മൈ സെക്കൻഡ് ബസ്. ഞാൻ എൻ്റെ ബേബി സിറ്റിംഗ് വീഡിയോയിൽ കാണിച്ച പോലെ സ്റ്റോപ്പ് റിക്വസ്റ്റ് കൊടുക്കാം. ഒന്നുമില്ല, റെഡ് കളർ ബട്ടണിൽ കൊടുക്കുക, അല്ലെങ്കിൽ ആ വള്ളി പിടിച്ച് വലിക്കണം. ഇത്രയും നേരം എടുത്ത ബസ് TTCയുടെ ആയിരുന്നു, ടൊറൻറ്റോ ട്രാൻസ്മിറ്റ് കമ്മീഷൻ. ഇനി എനിക്ക് എടുക്കാനുള്ള ബസ് TRTയുടെ, ദരം റീജിയണൽ ട്രാൻസിറ്റ്. ഞാൻ വിൻ്റർ ജാക്കറ്റ് ഇട്ടതിൽ കാര്യം ഉണ്ടായി ഗൈസ്. ഇത്രയും നേരം അടിച്ചുകൊണ്ടിരുന്ന കാറ്റ് നല്ല ചൂട് കാറ്റായിരുന്നു, ഇപ്പം നല്ല തണുത്ത കാറ്റാണ്. സോ ഐ എം ഹാപ്പി. ഇവിടുത്തെ ബസ്സസൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്പർ വെച്ചിട്ടാണ്. സോ ഞാൻ ഫസ്റ്റ് എടുത്ത ബസ്സിൻ്റെ നമ്പർ 53 ആണ്. നെക്സ്റ്റ് ബസ് 116. ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ബസ് 920. ഇത് കഴിഞ്ഞ് എനിക്കൊരു 900 എടുക്കണം. അത് കഴിഞ്ഞ് 905. ഇങ്ങനെ മൊത്തം 5 ബസ്. So finally my third bus is coming guys. Yay! So someone was sitting next to me and he was talking blah 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 to me. I was like, I don't know who you are. No, just go away. This is 900. ഇതാണ് എൻ്റെ 4ാമത്തെ ബസ്. നെക്സ്റ്റ് സ്റ്റോപ്പ് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ബസ്സിൽ അനൗൺസ് ചെയ്യുകയും ചെയ്യും, എഴുതി കാണിക്കുകയും ചെയ്യും. ഇത് DRTയിലാണ്. TTCയിൽ ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്. DRTയിലും TTCയിലും അത് ഡിഫറെൻ്റ് ആണ്. എൻ്റെ ലാസ്റ്റ് ബസ്സിൻ്റെ സ്റ്റോപ്പ്. ഐ ഗോട്ട് മൈ ലാസ്റ്റ് ബസ്. കണ്ടോ ആ ചെക്കൻ്റെ കയ്യിൽ ബൈക്ക്. ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ ഇനി സൈക്കിളാണുള്ളതെങ്കിൽ ബസ്സിൻ്റെ ഫ്രണ്ടിൽ വെക്കാനും സ്ഥലമുണ്ട്. നോട്ട് ഓൺലി സൈക്കിൾ ഓർ ബൈക്ക്, ഇഫ് യു ഹാവ് എ ഡോഗ് ഓൾസോ യു ക്യാൻ ബ്രിങ് ഇൻസൈഡ് ദ ബസ്. സോ നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് മൈ സ്റ്റോപ്പ്. ഐ എം ഗോയിങ് ടു റീച്ച് മൈ വർക്ക് പ്ലേസ് നൗ. ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഗൈസ്. ചൂട് സഹിക്കാൻ പറ്റാതെ ഞാൻ എൻ്റെ ജാക്കറ്റ് തുറന്നിട്ടു, കാരണം അത്രയ്ക്കും ചൂടില്ല. ഇന്നലെ ഇങ്ങനെ അല്ലായിരുന്നു വെതർ. ഇന്നലെ ഇവിടെ ഫുള്ള് മഞ്ഞും. ഞാൻ വന്നിട്ട് തിരിച്ച് തണുത്ത് വിറച്ചാണ് വീട്ടിലോട്ട് പോയത്. സ്പ്രിംഗ് സീസണായിട്ടും നൗ ഇറ്റ് ഫീൽസ് ലൈക്ക് സമ്മർ. യെസ്റ്റർഡേ ഇറ്റ് വാസ് ലൈക്ക് വിൻ്റർ. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഗൈസ്, ഐ ഹാവ് ഫൈനലി അറൈവ്ഡ് മൈ ഡെസ്റ്റിനേഷൻ. ഇതല്ല എൻ്റെ ഡെസ്റ്റിനേഷൻ. എനിക്കിനി കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഞാനൊരു മോളിൻ്റെ അകത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്നിപ്പോൾ ലൈക്ക് 6 hours ഷിഫ്റ്റിന് വേണ്ടിയാണ് 2.5 hours ട്രാവൽ ചെയ്ത് വന്നത്. ഇത് വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കിത് വർത്താണ്. ബിക്കോസ് ഇവിടുത്തെ ബസ്സിന് നമ്മളിപ്പോൾ അറ്റ് എ ടൈം $4.60 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 hours അതിൽ ട്രാവൽ ചെയ്യാം. എൻ്റെ ലാസ്റ്റ് ബസ് എനിക്ക് ആ ബസ്സിൻ്റെ അകത്ത് 1 hour ട്രാവലുണ്ട്. ലൈക്ക് ആ ബസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ
ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ ബസ്സിലും ഞാൻ കയറി ഇറങ്ങി അങ്ങനെയാണ് ട്രാവൽ ചെയ്യണത്. പക്ഷെ എൻ്റെ ലാസ്റ്റ് ബസ്സിൽ എനിക്ക് 1 hour ഇരിക്കാം. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നിന്ന് ഈ 2 hours 4.60 ആ ഡോളർ മാത്രമേ $4.60 അത് മാത്രമേ എനിക്ക് സ്പെൻഡ് ആവണുള്ളൂ. ബാക്കി എനിക്ക് തിരിച്ചു പോകുമ്പോഴും സെയിം അത്രേ സ്പെൻഡ് ആവുള്ളൂ. ബാക്കി പൈസ ഫുൾ എനിക്ക് സേവ് ചെയ്യാം. സോ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇവിടെ വരെ വന്ന് വർക്ക് ചെയ്യണത് എനിക്ക് വർത്താണ്. ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് സ്കാർബറോയിലോട്ട് മൂവ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഐ ഹാവ് അനദർ പാർട്ട് ടൈം ജോബ് ഓൾസോ. എനിക്കിപ്പോൾ 40 hours വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത പാർട്ട് ടൈം ജോബ് സ്കാർബറോയിലാണ്. അവിടെ എനിക്ക് കൂടുതൽ അവേഴ്സ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്തത്. അപ്പം അതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്. ഈ വലിയ മോളിൻ്റെ അകത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മോള് പുറത്തുനിന്ന് കാണാൻ ഭയങ്കര വലുതാണ്, പക്ഷെ ഞാൻ അടുത്തെത്തിയിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇതിൻ്റെ അകത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസ് എ മോളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ഈ മോളിൻ്റെ അകത്തുള്ള എല്ലാ ഷോപ്സിലും എനിക്ക് 30% ഓഫാണ്. സോ മിക്ക ഷോപ്സിലും ഞാൻ പോയിട്ടുണ്ട്. ദിസ് ഈസ് വെയർ ഐ വർക്ക്. ഇന്നിത് ഓപ്പൺ ആണ്. സാധാരണ ഞാനാണ് ഓപ്പൺ ചെയ്യുന്നത്. ഫൈനലി ഞാനിവിടെ എത്തി. ഇനി എനിക്ക് പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഷിഫ്റ്റിന് കയറണം. ഓൾറെഡി ഇവിടെ ഷിഫ്റ്റിന് ഇപ്പോൾ ഒരാളുണ്ട്. ആ കുട്ടി മാറിക്കഴിഞ്ഞ് അടുത്ത് എൻ്റെ ഷിഫ്റ്റാണ്. സോ ഐ നീഡ് ടു സ്റ്റാർട്ട് മൈ ഷിഫ്റ്റ്. ഇത് കഴിഞ്ഞ് കോലമൊക്കെ മാറ്റി അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് മാറണം. ബൈ ഗൈസ്. So guys, this is how I look like for my second part-time job. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. Hope you guys enjoyed my video. Thank you so much for supporting. See you guys. Bye bye.